ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ നമ്മള് സർപ്രൈസ് ഉണ്ടെന്ന് ഈയുടെ ലൈവിനകത്തൊക്കെ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെയിൻ സർപ്രൈസ് അല്ല, ചെറിയ സർപ്രൈസ്. നമുക്ക് ഞങ്ങൾക്ക് ഹാപ്പി ആവുന്ന ഒരു സർപ്രൈസ്. ഞങ്ങൾ സർപ്രൈസ് അതെന്താന്ന് പറയാം. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി, ഇവക്കും ഞങ്ങളുടെ ഫാമിലിക്കെല്ലാം ഒരു സർപ്രൈസ് ആയ ഒരു കാര്യമാണ്. അതല്ല, നമ്മുടെ ഫാമിലിക്കല്ല, നിങ്ങൾക്ക്. നമുക്കത് നേരത്തെ അറിയാമായിരുന്നല്ലോ. അല്ല, സംഭവം പെട്ടെന്ന് വന്നില്ലേ, പെട്ടെന്ന് വന്നു സാധനം. അപ്പം സാധനം കുറച്ച് ഡിലേ ആവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പൊ സാധനം നമുക്ക് പെട്ടെന്ന് കിട്ടി. അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം. അത് കിട്ടിയിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം ആയായിരുന്നു. പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിന് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. അതുകൊണ്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വ്ലോഗ് ഒന്നും എടുക്കാഞ്ഞത്. അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഇനി നല്ല നല്ല വ്ലോഗ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. വലിയൊരു സർപ്രൈസിന്റെ ആ വ്ലോഗ് നിങ്ങൾ പെട്ടെന്ന് തന്നെ. അതെ, ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഗൈസ് എന്താന്ന് പറഞ്ഞാൽ ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് പ്രഭാമന് യദുകൃഷ്ണന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞങ്ങൾ പ്രഭാമനോജെന്നാണ് വിളിക്കുന്നത്. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നു. പക്ഷെ വ്ലോഗ് എടുത്ത് വരുമ്പോ ഇന്നാകുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ അതിന്റെയും കൂടെ സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെയാണ് ബർത്ത്ഡേ. അമ്മയ്ക്കോ ശരിക്കും ഉറപ്പൊന്നുമില്ല ഗൈസ്. എന്നോട് ഒരു ഡേറ്റാ പറഞ്ഞേക്കുന്നത്, എന്നോട് വേറൊരു ഡേറ്റാ പറഞ്ഞേക്കുന്നത്. അതുപോലെ എന്താ ഞാൻ പിന്നെ പറയാൻ വിട്ടുപോയി. ആ ബർത്ത്ഡേയുടെ മറ്റേ ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ, ഗിഫ്റ്റ് ആണ് അമ്മ ഇട്ടോണ്ടിരിക്കുന്നത്. ആ ഗിഫ്റ്റ് ആയിരുന്നു അമ്മ ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ട് വരൂ ഗൈസ്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതും പൊട്ടിക്കുന്നതും ഇടുന്നതൊക്കെ അതൊക്കെ പെട്ടെന്നായിരുന്നു, നമ്മൾ പോലും കണ്ടില്ല. അപ്പൊ അതെല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ കണ്ടിട്ട് വരൂ ഗൈസ്. Happy birthday to ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. ബിക്കോസ് ഒരു സംഭവം വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ കാണിക്കാം. ഇവിടെ എൻ്റെ ഇവന്മാരല്ല ഇതല്ല, വെളിയിലൊരു സാധനം വന്നിട്ടുണ്ട്, അത് നമ്മൾ കാണിക്കാം. ജ്യോതിക ചേച്ചി ഇവിടെ ഉണ്ട്, നമ്മൾ സംഭവം കാണിക്കാം. ഗൈസ്, ഐ എം സോ ഹാപ്പി. കാണിക്കാം നിങ്ങളെ. അതെ ഗായ്സ്, ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫയറിനെ പറ്റിയാണ്. എടാ നിനക്ക് 28 മണി പയർ എവിടുന്ന കിട്ടിയേ? 28 മണി പയർ എവിടുന്ന കിട്ടിയേ പറയടാ. എന്നിട്ട് കിളിച്ചോ? നാണോ? അയ്യോ എടാ, നീ അടുത്ത് വന്നേടാ. നിന്റെ പുതിയ മീശ ഇതാക്കിയൊന്ന് കാണിക്കട്ടെ. ബൈ ദ ബൈ, ഇതാണ് വിശാല. ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് വിശാല. ഇവനെ പിന്നെ അറിയായിരിക്കുമല്ലോ, സിദ്ധാർത്ഥ്. ഇവനെ അറിയത്തില്ലേ? എന്നാ ഇതാണ് ഗൈസ് സിദ്ധാർത്ഥ്. ഇവർ രണ്ട് ഫ്രണ്ട്സ് ആണ് ഗൈസ്.
നീ എന്ത് മീശ പിടിക്കുന്നേ? ചാർലി ചാപ്ലിൻ. കറക്റ്റ് ചാർലി. എടാ നീ നോക്ക്. ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി വാങ്ങിച്ചു തന്നതാണ്. ജോസങ്ങൾ ഇപ്പോൾ വരും, റിജങ്ങൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ജോസങ്ങൾ വന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. നീ എന്താ പറഞ്ഞ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ എന്താ ചെയ്യണ്ടേ? ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇവൻ എന്തുവാടി ഇങ്ങനെ? ഇവൻ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ എന്താ ചെയ്യണ്ടേ? വർക്കൗട്ട് ചെയ്യണോ? എന്ത് വർക്കൗട്ട്? എനിക്ക് ഇവൻ വർക്കൗട്ട് ചെയ്യണോ? എന്തോ വർക്കൗട്ട് സാർ ചെയ്യുന്ന വർക്കൗട്ട് ചെയ്ത് എങ്ങനെയാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകുന്നത്? എനിക്ക് അറിയത്തില്ല അളി, അതുകൊണ്ട് ചോദിക്കുന്നത്. വിശാല് സാധാരണ അതാണെന്ന് ഏതാവാ? അതെന്ത് വർക്കൗട്ട് അളിയാ? എടി ഇവൻ എന്താണ് വാ തുറക്കാത്ത? എനിക്ക് അനീഷേട്ടനും ഞാനെല്ലാ വ്ളോഗും കാണാറുണ്ട്. ആണോ? അവൾ അത് കണ്ടതേ ഉള്ളു ഇപ്പൊ. എന്തുവാ ഇൻസ്റ്റാഗ്രാമിൽ എന്തുവാ? ആ അതെന്തായിരുന്നു അത് സംഭവം? ഗൈസ് ഇവന് ഒരു മാസത്തോളം ഇൻസ്റ്റാഗ്രാം ഇല്ല. ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തേക്കാൻ. എന്താ അൺഇൻസ്റ്റാൾ അല്ല, അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തേക്കാൻ. എന്തായിരുന്നു വിശാല അതിന്റെ കാരണം? ചുമ്മാ ഗൈസ് നിങ്ങൾ പറയണം. ചുമ്മാ ഒരു രസം. ഇവൻ സിംഗിൾ ഒന്നും അല്ലേ? അവളെന്തോ പറഞ്ഞു, അതുകൊണ്ട് അവൻ എന്ത് കാര്യം എന്താ നീ ആ ഡിലീറ്റ് ചെയ്യാൻ? എന്താ എന്ത് സംഭവം? അതെ അതിന് അതെന്താ അങ്ങനെ തോന്നാൻ? വിശാല് ഉന്നത വിജയങ്ങളിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാണോടാ? അതിനു വേണ്ടിയാണോ? ഉന്നത വിജയങ്ങൾ ചെല്ലാൻ വേണ്ടി നമ്മൾ കുറച്ചാണ് എല്ലായിടത്തും മാറി. ഓ അതായിരുന്നു സംഭവം. അത് കാണാൻ ഞങ്ങൾ ജോലി അതുകൊണ്ട് ഇപ്പൊ ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് ജോലി റിസൈൻ ചെയ്തിട്ട്. ഫൈനലി ജോസങ്കിൾ വരുന്നുണ്ട്. ജോസങ്കിളിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്നത്. പറയൂ, രണ്ട് വാക്ക് പറയൂ. ഹാപ്പി. ഐ എം ഹാപ്പി. അങ്കിൾ ഹാപ്പി ആയോ? ഇപ്പൊ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് അൺബോക്സ്. വികാരമില്ലാത്ത ജീവി. അപ്പൊ ഇതാണ് സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതാണ് കാണിക്കാൻ ഞാൻ നിങ്ങളെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. അച്ഛൻ നോക്കുവാണ് എന്താണ് സാധനം, ഇതെവിടെ നിന്നാ വന്നതെന്നൊക്കെ നോക്കുവാണ്. അടുക്കള കത്തി എടുത്തോ. വേണ്ട കത്തി വേണ്ട, അടുക്കള എടുത്തോട്ട്. ഇത് നിയമോഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വീൽ ചെയർ പ്ലസ് ഒരു സ്കൂട്ടർ പോലെ സെറ്റപ്പാണ്. ഞാൻ കാണിച്ചു തരാം. സൂപ്പർ കത്തി, പിടി പോലും ഇല്ലാത്ത കത്തി കൊണ്ട് എന്താ പറയുക, മൂർച്ച പോലും ഇല്ല. നമ്മുടെ പുതിയ വീൽ ചെയർ. ബാക്കി നമുക്ക് കാണിക്കാം. ആക്സസറീസ് ഒക്കെ ഉണ്ട്. ഇതാണ് കിച്ചൺ, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം കാണിക്കാം. നോക്കാം. എന്തായാലും നമുക്കിനി നമ്മൾ മറ്റേ സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാം. കമോൺ.
നിങ്ങളൊന്ന് ആലോചിക്കും, ഇതിപ്പോ തുറക്കുമ്പോൾ ഇതിനകത്തൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യും നമ്മൾ? നിന്റെ വായിലൊക്കെ നീക്ക് എന്ത് സാധനം ആള് കൊള്ളാം. നീ കൊള്ളാലോടി സാധനം കൊള്ളാം. അല്ല അത് വീഴും, അത് തന്നെ പൊക്ക്. നിങ്ങളുടെ വീട് ഒരു റോഡോ അറിയത്തില്ല. ലൈറ്റ് വെക്കാൻ ലൈറ്റൊക്കെ ഉണ്ട്. ഗൈസ് എൻ്റെ ഇതൊക്കെ അങ്ങനെ വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. കൃഷ്ണ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ഫിസിയോതെറാപ്പിയുടെ, അവന് വേണ്ട ഏറ്റവും നല്ലൊരു ഫിസിയോതെറാപ്പിയുടെ ഒരു ഇതാണ്. ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, എന്ത് ചെയ്താലും ചെയ്തില്ലേലും സ്റ്റാൻഡിങ്, എപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ഉള്ള ഇത് ചെയ്യണമെന്ന്. ഇതാണ് അപ്പൊ അതിനു വേണ്ടി അച്ഛൻ പണിയിപ്പിച്ചതാണ് നമ്മുടെ വീട്ടിൽ തന്നെ. സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻസ് ഒക്കെ എല്ലാ സ്പൈനൽ ഹോസ്പിറ്റലിലും ഈ സാധനം ഉണ്ട്. അതാ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ ഒരെണ്ണം പണിയിപ്പിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? അപ്പം അത് ഇങ്ങനെ നിർത്തിയേക്കുവാണ് ഗൈസ്. കുണ്ടി ഭാഗം ഇങ്ങനെ ബെൽറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ല. നമുക്ക് ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ ഈ തുണി വെച്ചിട്ട് കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാലിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഈ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ബെൽറ്റ്. അത് കഴിഞ്ഞിട്ട് കുഷ്യൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാലിന് പ്രത്യേകിച്ചൊന്നും വേദന എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറ്റാതിരിക്കാൻ. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ വെക്കണം. അങ്ങനെ അതിനു വേണ്ടിയൊക്കെ ഉള്ളൊരു സംഭവമാണ് കഴിച്ച്. ഇതാണ് മെയിൻ. ഉണ്ണിക്കുട്ടനും വന്നിരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ വന്നിരിക്കുന്നു, കാണിക്കാം. ഉണ്ണിക്കുട്ട, ഹൗ ഇസ് മൈ വണ്ടി? അടിപൊളി. അമ്മേ വണ്ടി വന്നു. അമ്മയുടെ റിയാക്ഷൻ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടി. വരുന്നോ? ഓടിച്ചോന്നോ? ഞങ്ങള് ജംഗ്ഷനൊക്കെ പോയിട്ട് വരുവാ. ആ അല്ലേടാ, ഇവന്മാരിങ്ങനെ ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോ സിദ്ധാർത്ഥ ഒന്നും വേണ്ടുന്നില്ല. ഇവര് തമ്മിൽ വളരെ വലിയൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ എപ്പോഴും പറയുന്നതാണ്. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? ഞങ്ങള് റൈഡിന് പോവാണ്. എനിക്ക് എസ്കോർട്ടിന് എത്ര വണ്ടികളുണ്ടെന്ന് കാണിക്ക്. സിദ്ധാർത്ഥന്റെ ഇവരെ ഫ്രണ്ട് വിടായിരുന്നു, ഇവരെ നോക്കാൻ നമുക്ക് പോകായിരുന്നു. പോടാ ഫ്രണ്ട് പോടാ. വണ്ടി നമ്പർ കാണിച്ചിട്ടുണ്ട്. അത് ചെയ്യണ്ട. കൊറേ പട്ടികൾ. ഹെൽമെറ്റ് വെച്ച് കൊടുക്കണം. കുടുക്കുന്ന ഏതോ പോകുന്ന ഏതോ നമ്മള് ഗൈസ് ബൂസ്റ്റർ ചായ പോവാണ്. യദുകൃഷ്ണ ബാക്കി വരുന്നുണ്ട് ഗൈസ്. ആ കാണുന്ന വെട്ട യദുകൃഷ്ണയാണ് ഗൈസ്. നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് യദുകൃഷ്ണ ആ വെട്ടം അങ്ങനെ കാണിക്കുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. എന്നിട്ട് എൻ്റെ കുഞ്ഞ് നന്നായിട്ട് ഓടിക്കുന്നുണ്ട് ഗൈസ്. അവനല്ലെങ്കിലും പ്രോയാണ് വണ്ടി ഓടിക്കുന്നതിൽ. യദുകൃഷ്ണൻ ബൂസ്റ്റർ ചായയിലേക്ക് ആക്സിഡന്റിന് ശേഷം 1.5 വർഷത്തിന് ശേഷം പിന്നെയും അവന്റെ സ്വന്തം വണ്ടിയിൽ. എങ്ങനെ ഉണ്ടായിരുന്നു യദുകൃഷ്ണ എക്സ്പീരിയൻസ്? സൂപ്പർ.
അടിപൊളി. നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടറുണ്ട്, അച്ചാച്ചനുണ്ട്, ഹായ് കൂട്ട, ഉണ്ണിക്കുട്ടനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പം നമ്മുടെ ബൂസ്റ്റർ ചായയിലാണ്. ഇത് കല്ലിശ്ശേരിയിലുള്ള ബൂസ്റ്റർ ചായയാണ് ഗൈസ്. എന്താണ് ഫേവറേറ്റ് പ്ലേസ് ആണ്. പക്ഷെ നമ്മുടെ പഴയ ഗ്യാങ് ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പഴയ ഗ്യാങ്ങും ഇല്ല, ബൂസ്റ്റർ ചായയിലെ പഴയ ഗ്യാങ് ഇല്ല, പുതിയ ആൾക്കാരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? അടിപൊളിയായിരുന്നു. എനിക്ക് എസ്കോട്ട് പോലെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിരുന്നു. ഇവരങ്ങ് എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ട് പിന്നെ അങ്ങനെ പോയോ? അങ്ങനെ വരണമായിരുന്നു. ഇവരെന്നെ മൈൻഡ് ചെയ്യാണ്ട പോയിട്ട് പിന്നെ മൈൻഡ് ചെയ്യാതെ പോയിരുന്നു. എന്റെ തല എപ്പോഴും തിരിഞ്ഞിരിക്കുവായിരുന്നു. മൈൻഡ് ചെയ്യാണ്ട് പോണമായിരുന്നു. എന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് വരാനുള്ള ഒരു ഫ്രീഡം ഇവർ തന്നില്ല. എനിക്ക് എസ്കോട്ട് പോലെ ഉണ്ടായിരുന്നു. അതേ ഉള്ളായിരുന്നു എനിക്ക് വിഷമം. നമുക്ക് ഒരു എതുകൃഷ്ണമുള്ളൂ ഗൈസ്, അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് ഒട്ടും പറ്റത്തില്ല ഗൈസ്, എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് 5 കാരമൽ ബോബോയും 2 മോമോസും വാങ്ങിച്ചു. എല്ലാവരും കഴിക്കാതിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ മൈക്ക് എടുത്തില്ല ഗൈസ്, അതുകൊണ്ട് ഭയങ്കര നോയ്സ് ആയിരിക്കും. എല്ലാവരും വേണ്ട റെഡി ആയിട്ടിരിക്കുകയാണ് എടുക്കാനായിട്ട്. ഉണ്ണിക്കുട്ടൻ സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, ഞാനും ഡോക്ടർ ഉണ്ണിക്കുട്ടനൊക്കെ ഡയറ്റായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഡയറ്റൊക്കെ വെറും കള്ള ഡയറ്റായിരുന്നു. പക്ഷെ ഡോക്ടർ കട്ട ഡയറ്റായിരുന്നു. പക്ഷെ ഡോക്ടർ ഫുള്ള് കുടിച്ചു തീർത്ത്. വേണ്ട കാലിയാക. അയ്യോ, ഇതിൻ്റെ അകത്ത് മധുരമായിരുന്നു അല്ലേന്ന്. ആ രുചിയിലങ്ങ് കുടിച്ചു പോയിരുന്നു. ഡയറ്റാ. എന്നിട്ട് 4 മോമോസും. അച്ചാച്ചനെ ആരും കാണിക്കുന്നില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞെന്ന്. ഞാനും കഴിഞ്ഞു. ഫസ്റ്റ് കഴിഞ്ഞു. അവൻ ആദ്യം കഴിഞ്ഞു. അവൻ ചേച്ചിയോട് മാത്രമേ രാത്രി സംസാരിക്കത്തുള്ളൂ. അവൻ അവന്റെ പെണ്ണുമ്പിള്ളയോട് മാത്രമേ രാത്രി ഉള്ളൂ. പിന്നെ അനീഷേട്ടനോട്. അതെ, പിന്നെ അവന്റെ മറ്റേ ഗ്യാങ് എന്ന് പറഞ്ഞ മറ്റവൻ ഓടാ ടീ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചെറിയ സർപ്രൈസ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയെന്ന്. അതിന്റെ സത്യം പറഞ്ഞാൽ നമ്മൾ അതിനത്തിൽ 1 രൂപ പോലും മുടക്കിയിട്ടില്ല. ആക്ച്വലി അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരുന്ന ഒരു സാധനമാണ്. നമ്മളത് ഒത്തിരി അതായത് ഫസ്റ്റ് അത് ഇഷ്ടമല്ലായിരുന്നു. കാര്യം ഇങ്ങനെ പറയാന്നില്ല, ഞാൻ എന്റെ പൾസറേ ഞാൻ ഓടിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പുറത്തോട്ട് ഇറങ്ങാൻ ഇങ്ങനെ ഒറ്റയ്ക്കും എപ്പോഴും വീട്ടിൽ ശരിക്കും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഇനി ഞാൻ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഞാൻ എന്റെ വണ്ടിയെ ഞാൻ ഓടിക്കത്തുള്ളൂ എന്നൊക്കെ പറയായിരുന്നു. പിന്നെ അത് നമുക്ക് സാഹചര്യം പറ്റത്തില്ല, മനസ്സിലായപ്പോ പുറത്തോട്ടൊന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങാനും സ്വന്തമായിട്ടൊന്ന് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വരാനും ഒക്കെ. എന്നെ കാണാൻ വരണ്ടായിരുന്നല്ലോ, ഞാനിവിടെ തന്നെ ഉണ്ടെന്ന്. അപ്പൊ ഒന്ന് വരാനും ഒക്കെ അവന് എന്തായാലും സാധനം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആ വീൽ ചെയർ പ്ലസ് ആ ഇത് അറ്റാച്ച് ചെയ്യുന്നത്, അത് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം എനിക്ക് സത്യം ആക്ച്വലി വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ റെജി അങ്കിളും നമ്മളിപ്പോ ഈ താമസിക്കുന്ന വീടിന്റെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. റെജി അങ്കിളും ഷൈമോൾ ആന്റിയും പിന്നെ ജോസ് അങ്കിളും എല്ലാവരും കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ അവർക്ക് താങ്ക് യു സോ മച്ച്. എനിക്ക് സത്യം പറഞ്ഞ ചെറിയ സങ്കടമാണ്. കാര്യം ഞാൻ ഇവനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോ ഇവൻ ഇപ്പം കിട്ടിയപ്പോ തൊട്ട് എന്നെ ഒന്നും കൂട്ടാതെ ഒറ്റയ്ക്കൊക്കെ പോയി തുടങ്ങിയപ്പോ, ഇവൻ എന്നെ കൂട്ടാതെ ഞാനില്ലാതെ ഒക്കെ പോകുമ്പോ ഞാൻ വീട്ടിൽ തന്നെ കാണല്ലോ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയില്ല. അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ട്. പക്ഷെ എന്നാലും അതിനെക്കാട്ടിന് ഇതായിട്ട് അവന് വാതിക്കല് ഒരു തവണ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം ഭയങ്കര സന്തോഷം. ഒന്ന് വെറുതെങ്കിലും അവനൊന്ന് പുറത്തോട്ട് ഇറങ്ങാനും എടുക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. താങ്ക് യു അങ്കിൾ ആൻഡ് ആൻറ്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. എന്തായാലും ടാറ്റാ.